കേശു, കേശു, എണീറ്റില്ലേ? 8:45. ഇയാളാര് കളക്ടറോ? ഓക്കണ്ടില്ല ഇയാൾ. സ്വല്പം ലേറ്റായി വിട്ടോ, ഞാൻ പിന്നാലെ വരാം. ഏരിയ മാനേജർ പിള്ള സാറ് വന്നിട്ടുണ്ട്. എവിടെ? എപ്പോ? 8:30 മണിക്ക് ഗോഡൌൺ തുറക്കുമ്പോ ആൾ റെഡി. വേഗം ആവട്ടെ സാറേ. നാശം. അല്ല മോശം. നേരത്തെ എത്തണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വണ്ടി കയറിക്കോ. ലവ് മീ വാ, എന്നെ സ്നേഹിക്കൂ, എന്നെ മാത്രം. ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവണത് കണ്ടോ? പോട്ടെ. സ്റ്റോക്ക് ഉടനെ എത്തിച്ചേക്കാം, അതിനെപ്പറ്റി വിഷമിക്കൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ എന്നാൽ. ഗുഡ് മോർണിംഗ് സാർ. ശരിയാവും. 9 മണിക്ക് മാർക്കറ്റിൽ ഇറങ്ങാത്ത ഒരു സെയിൽസ്മാനെ 32 കൊല്ലത്തെ എന്റെ എക്സ്പീരിയൻസിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ദിസ് ഈസ് ദ ലിമിറ്റ്. സോറി സാർ, ഇന്ന് അല്പം ലേറ്റായി. വൈഫിന് നല്ല സുഖമില്ലാത്തതുകൊണ്ട്. ലേറ്റ് ആയത് മാത്രമല്ല കംപ്ലൈന്റ്. ടാർഗറ്റ് എത്തിയ ഒറ്റ മാസമില്ല. നോട്ട് 1 month. സെയിൽസ് പ്രൊമോഷൻ 0. റിപ്പോർട്ടിംഗ് വട്ട 0. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ റിപ്പോർട്ട് എഴുതാൻ അറിയില്ലേ? And look at this. ഒരു സ്ത്രീയുടെ കംപ്ലൈന്റ്. 2 മാസം മുമ്പ് ഞാനിത് റീപ്ലേസ് ചെയ്യാൻ ഓർഡർ അയച്ചതല്ലേ? ടേക്ക് ദാറ്റ് മാഗസിൻ. നമ്മുടെ കമ്പനിയും സ്റ്റാഫിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും കുറിച്ച് എഴുതിയിരിക്കുന്നു. മാഗസിൻ എഡിറ്ററുടെ കത്ത് ജനറൽ മാനേജർ. 2 മാസം. 2 മാസം മുമ്പ് ഞാൻ ഇതേക്കുറിച്ച് ആക്ഷൻ എടുക്കാൻ പറഞ്ഞ് ലെറ്റർ അയച്ചാണ് മിസ്റ്റർ കേശവൻ. അന്ന് തന്നെ പോയി എക്സ്ക്യൂസ് പറഞ്ഞ് സാധനം മാറ്റി കൊടുത്താൽ തീർന്നു. ബട്ട് യു ടുക്ക് ഇറ്റ് വെരി ലൈറ്റ്ലി. ഞാൻ പോകാം സാർ. വെരി സോറി സാർ. മേലേതൻ സാർ, വിസ്കി ഓർ റം? എപ്പോൾ പോകാമെന്ന് തന്നെയല്ലേ കഴിഞ്ഞ മാസം പറഞ്ഞത്? വിസ്കി. ഇനി അബദ്ധം പറ്റില്ല സാർ. എക്സ്ക്യൂസ്, ഐ എം ഫെഡ് അപ്പ്. സാർ. ഓ, ഞാൻ കൊടുക്കാം. അരുത് സാർ, സാറിന് എന്ത് വേണമെങ്കിലും എന്നെ ശകാരിക്കാം. ഇതെന്റെ പ്രിവിലേജ് ആണ്. ഒരു ബോട്ടിൽ വിസ്കി, പ്രീമിയം വിസ്കി, സോഡ, ഗ്ലാസ്, കുറച്ച് ചിപ്സ്. ഞാൻ ശകാരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് തന്നിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. താൻ നന്നാവണം. എന്റെ സ്ഥാനത്തേക്ക് വരാൻ ചാൻസ് ഉള്ള സെയിൽസ്മാൻ ആണ് താൻ. യു നോ വാട്ട് ഐ മീൻ? താങ്ക് യു സാർ. പിന്നെ അത് ചോദിച്ചില്ല, ഇളയ മകൻ സുരേഷിന്റെ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ. ജയേഷ്. സോറി സാർ, എനിക്ക് എപ്പോഴും തെറ്റും. സുരേഷ് അല്ല, ജയേഷ്. ശരിയായോ? ശരിയാവും. പിന്നെ സാറിന്റെ ഹൈഡ്രോസിൽ ഓപ്പറേഷൻ ഈ മാസം? അടുത്ത മാസം. ഓ, എല്ലാം റെഡി സാർ. അയ്യോ, ചിപ്സ് കിട്ടിയില്ല സാർ. എന്തേ? ചിപ്സ് ഉണ്ടാകുന്ന കമ്പനി ഇന്ന് സ്ട്രൈക്കാ. കപ്പലണ്ടി മതിയോ? അല്ല, പൊരിയുണ്ട മതിയോ? ഈ ഉള്ളം പൊരി, ഗോതമ്പിന്റെ. പോയി എന്തെങ്കിലും പോ. ഒരു ദിവസം സാറിനെ വീട്ടിലേക്ക് ഉണ്ണാൻ വിളിക്കണമെന്ന് ശ്രീദേവി എപ്പോഴും പറയും. വലിയ ചെമ്മീൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ.
സാറിന്റെ ഫേവറേറ്റ് അല്ലേ? 2376 പ്ലീസ്. തന്റെ ക്ലാസ് എവിടെ? എടുക്കാം സാർ. ഗോപി അല്ലേ? കേശു. നോക്ക്, ബെസ്റ്റ് ക്വാളിറ്റി 2 കിലോ കശുവിന്റെ അടുത്ത് വെക്ക്. ഞാനിപ്പോ ആളെ വിടാം. ബെസ്റ്റ് ക്വാളിറ്റി. കേശു, താൻ നന്നാവൂടോ, നന്നാവും. ചിക്കൻ കിട്ടിയില്ല സാർ, മട്ടൻ ബിരിയാണിയാണ്. അത് മതി. ചുമ്മാ ചക്കാത്ത് കിട്ടുന്നൊക്കെ കണക്ക് തന്നെയാ മൂപ്പർക്ക്. എടോ, 11 കൊല്ലം മാർക്കറ്റിൽ കറങ്ങിയവനാണ് ഞാൻ. എന്റെ റെക്കോർഡ് ഒരു സെയിൽസ്മാനും ബീറ്റ് ചെയ്തിട്ടില്ല ഇൻ അവർ കമ്പനി. ചുമ്മാ തൊഴിലില്ലാതിരിക്കുന്ന പെണ്ണുങ്ങൾ എന്തെങ്കിലും കംപ്ലൈന്റ് എഴുതി അയച്ചാൽ? നോ. കംപ്ലൈന്റ് പത്രത്തിൽ വന്നാലോ? കണ്ടില്ലേ? അറ്റൻഡ് ടു ഇറ്റ് ടുമാറോ. യെസ് സർ. ഡോഗ് പൗഡറിൽ കരട് കണ്ടാൽ ഐ സൊസൈറ്റിയിലെ പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കുവോ? ഡോഗ് ഷോ നയിക്കുന്ന തന്റെ ചാമ്പ്യൻ ഡോഗിന്റെ 3 തലമുറയുടെ ചരിത്രം ഈ കത്തിലുണ്ട്. ഡോഗ് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഇനി വേറെ ഡ്യൂട്ടി ഉള്ളൂ. വെറ്റ് ഗ്രൈൻഡർ വിറ്റ് നടക്കുന്ന കാലത്ത് എത്ര വീടുകളിലാ എന്നെ കൊണ്ട് ദോശയ്ക്ക് അരിയാട്ടിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? ഡെമോൺസ്ട്രേഷൻ. അതാണല്ലോ ഈ തൊഴിൽ. ആരാ? മിസ് റീത്ത മുകുന്ദൻ. ഉണ്ട്. ഇത് കൊടുക്കണം. അകത്തിരിക്കാൻ പറഞ്ഞു. ആ, ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. പ്ലീസ് സിറ്റ് ഡൗൺ. മിസ്റ്റർ കേശവൻ. ഐ ആം വെരി സോറി. ഞാൻ മുംബൈ വന്ന് ഇത് തരേണ്ടതായിരുന്നു. ആ ഡോഗ് പൗഡർ റീപ്ലേസ് ചെയ്യാൻ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോറി ഫോർ ദി ഡിലേ. കംപ്ലൈന്റ് പറഞ്ഞാൽ വല്ലവരും കേൾക്കുമോ എന്ന് അറിയില്ലായിരുന്നു പ്രധാനം. എന്തെങ്കിലും പൊതുസാധനം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. കൺസ്യൂമർ സർവീസ് എന്നൊരു ഐഡിയ തന്നെ ഇല്ല നമ്മുടെ നാട്ടിൽ. ശരിയാണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും. സ്ത്രീകളാണ് ഇതൊക്കെ ടേക്കപ്പ് ചെയ്യേണ്ടത്. ഇവിടുത്തെ മിക്സി കേട് വന്നിട്ട് 3 ദിവസമായി. റിപ്പയർ ചെയ്യാനായിട്ട് ഒരാളെ അയക്കാൻ ഞാൻ ഫോൺ ചെയ്തു. എത്ര തവണ? ഒരാൾ വരണ്ടേ? ശരിയാണ്. ഇത് റീപ്ലേസ്മെന്റ്. എല്ലാം ഞങ്ങളുടെ കോംപ്ലിമെന്റ്സ് ആണ്. സോ കൈൻഡ് ഓഫ് യു. ഞങ്ങളുടെ അസോസിയേഷനിലെ മെമ്പേഴ്സിനോട് ഞാൻ പറയാറുണ്ട്, ഫൈറ്റ്. കമ്പനിയിലെ ടോപ്പിലുള്ളവർക്ക് എഴുതണം. എന്നിട്ടും ആക്ഷൻ എടുത്തില്ലെങ്കിൽ പത്രങ്ങളിൽ എഴുതണം. ദിസ് ഈസ് വണ്ടർഫുൾ. താങ്ക് യു വെരി മച്ച്. ഹലോ. ഹലോ സാർ. ഡാർലിംഗ്, 1 സെക്കൻഡ്. മിസ്റ്റർ കേശവൻ, ഇവരുടെ ഡോഗ് പൗഡറിനെ പറ്റി ഞാനൊരു കംപ്ലൈന്റ് അയച്ചിരുന്നു. അവരിത് മാറ്റി തന്നു.
പ്ലസ് സം കോംപ്ലിമെന്റ്സ്. മേജർ മുകുന്ദൻ, കംപ്ലൈന്റ് അയച്ചാൽ ഈ രാജ്യത്ത് ചിലപ്പോൾ ആക്ഷൻ എടുക്കും അല്ലേ? വിശ്വസിക്കാൻ വിഷമം. Sit down. Some tea for you? വേണ്ട താങ്ക്സ്. What is the company? ലവ് മീ. Love me? Indian? ഇന്ത്യൻ കമ്പനിയാണ്, ബ്രിട്ടീഷ് കൊളാബറേഷൻ ഉണ്ട്. പേര് കൊള്ളാം, ബ്രിട്ടീഷുകാരന്റെ ഐഡിയ ആയിരിക്കും. ഞങ്ങളൊരു 17 വർഷം വിദേശത്തായിരുന്നു, ഡാറസലാം, ഈസ്റ്റ് ആഫ്രിക്ക. ഇവിടെ വന്നിട്ടിപ്പോ 2 വർഷമേ ആയുള്ളൂ. എന്റെ സ്വന്തം നാട് ഒരു 15 നാഴിക അകലെയാണ്, ഒറ്റപ്പീടിക. അവിടെ സെറ്റിൽ ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. പേര് വിചിത്രം അല്ലേ? ഒറ്റപ്പീടിക. ഫണ്ണി നെയിം. അറിയാം, അതിനടുത്താണ് എന്റെ വൈഫിന്റെ ആൾക്കാർ. മാഡത്തിന് വിശ്വാസമായില്ല അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞപ്പോ. നല്ല സ്ഥലമല്ലേ? യെസ്, അതിനടുത്ത് ചാമ്പ്ര, അവിടെയാണ് ഞാൻ. എരണ്ട വരുന്ന ഒരു പാടമുണ്ട് അവിടെ അല്ലേ? ഞാൻ പക്ഷികളെ വെടിവെക്കാൻ അവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട് പണ്ട്. ആ വൈഫിന്റെ വീട്ടുപേര്? വീട്ടുപേര് പറഞ്ഞാൽ വൈഫിന്റെ അച്ഛൻ ഫോറസ്റ്റ് റേഞ്ചർ ആയിരുന്നു, ശങ്കരൻ നായർ. ഓ, നമ്മുടെ കാടൻ ശങ്കരൻകുട്ടി. രണ്ടാമത്തെ മകളാണ് എന്റെ വൈഫ്, മൂപ്പർ മരിച്ചു. അറിയാം. അപ്പൊ ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്നതിന്റെ ഫലം ഉണ്ടായില്ലേ? ഒറ്റപ്പീടികക്കാരൻ തന്നെ വന്നല്ലോ. മറ്റേ താങ്ക് യു സർ. താങ്ക് യു മാഡം. കഴിഞ്ഞ മാസം കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാത്തതിന് എനിക്ക് എന്റെ ഓഫീസിൽ നിന്ന് വേണ്ടത് കിട്ടി. മേജറുടെ വീട്ടിൽ നിന്നാണെന്ന് അന്ന് അറിയില്ലല്ലോ. താങ്ക് യു. ഡു കം അഗൈൻ. മറ്റേ എന്റെ അമ്മോ, ഭയങ്കര അലച്ചിൽ. മോളെവിടെ? ഉറങ്ങി. മാനേജർ പോയില്ലേ? പോയി, പക്ഷെ ഒരു 100,000 കാര്യങ്ങൾ തലയിൽ വെച്ചിട്ടാണ് പോയത്. നാശം. 12-ാം തീയതിയാണ് നമ്മുടെ രാമൻകുട്ടിയുടെ ഇന്റർവ്യൂ. കേശു പറഞ്ഞു. പറഞ്ഞോളാം, ഇപ്പൊ പറഞ്ഞ അയാൾ മറക്കും. തലേന്ന് പറയാൻ കൃഷ്ണമാൻ. ഏടത്തിയോടും കുമാരേട്ടനോടും പറയണ മാതിരിയല്ല ഇവിടെ പറഞ്ഞാലെന്ന് അറിഞ്ഞൂടെ? അവര് വലിപ്പേ പറയുള്ളൂ. കാര്യം വലിയ ഓഫീസറാണേലും ഉപകാരം ചെയ്യില്ല. മേല് കഴുകി വല്ലതും കഴിക്കാൻ നോക്കൂ. അവിടെ ഭഗവാനെ, ഗുരുവായൂരപ്പ. നാളെ ചിലപ്പോ എറണാകുളം പോകേണ്ടി വരും. മാനേജർ ഉണ്ടാക്കി വെച്ച ഓരോ പുലിവാല്. പ്രമോഷന്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ? ശരിയാകും, 2-3 മാസത്തിനുള്ളിൽ ഓർഡർ കിട്ടും സൂചിപ്പിച്ചു. അതുവരെ ഭയങ്കര പാടാണ്. അയാളുടെ ശകാരം കേൾക്കുമ്പോ അതൊന്നും സാരമാക്കരുത്. മീനം കഴിഞ്ഞ ജാഥാപ്രകാരം അസല് കാലാ. ഒക്കെ ശരിയാവും. അതുവരെ കുറെ മനപ്രയാസമൊക്കെ ഉണ്ടാവുമെന്ന് പണിക്കര് പറഞ്ഞത് ഓർമ്മയില്ലേ? മോടെ ജാതകപ്രകാരം അടുത്ത് വലിയ സ്ഥാനങ്ങളൊക്കെ അച്ഛന് കിട്ടും. ഒരു വീടിന്റെ പേര് ദാർ എസ് സലാം. നീ കേൾക്കുന്നുണ്ടോ സ്റ്റാൻലി? മഹത്തായ കലാസൃഷ്ടി എന്ന് വെച്ചാൽ ബ്ലേഡ് വിൽപ്പനയുടെ റിപ്പോർട്ട് ഒന്ന് കഴിയട്ടെ. കാശുണ്ട്, ആ 3x റമ്മിന് ആളെ വിട്. ഏരിയ മാനേജർ വിസിറ്റോടെ ഞാൻ മുടിഞ്ഞു. ഹാഫ് മതി. എന്റെ ലേറ്റസ്റ്റ് തിയറി കേൾക്കണോ? ആ, നമ്മളൊക്കെ അര ജീവിതത്തിന്റെ അവകാശികൾ. അര ചായ, അര പാക്കറ്റ് സിഗരറ്റ്, അരക്കുപ്പി മദ്യം. ഈശ്വരൻ അർത്ഥസമ്മതത്തോടെ ഭൂമിയിലേക്ക് വിട്ടവരാവും അല്ലേ? അരപ്പട്ടിണിക്കാർ. നല്ല സിദ്ധാന്തം. എനിക്ക് കാശെട്. 50 രൂപ. ശരിയാണ്ട നീ പറഞ്ഞത്. കടം വാങ്ങാൻ നമ്മൾ ആലോചിക്കുന്നതും അര സെഞ്ചുറി. എനിക്ക് മുഴുവനും വാങ്ങി പാതി എനിക്ക് കിടന്ത. പട്ട മതിയോ? എടാ, സർക്കാർ പട്ടയ്ക്ക് എന്റെ വല്യപ്പന്റെ മണമാ. സത്യതി. എന്തെങ്കിലും വരട്ടെ.